ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് കാറ്ററിംഗ് ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ 2 കിലോ ബീഫ് മന്തിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് അളവ് സഹിതം ഞാൻ കാണിക്കുന്നുണ്ട്. 2 കിലോ ബീഫ് മന്തിക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു 4 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. 4 മാഗി ക്യൂബ് എടുത്തിട്ട് ഇതാ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വട്ടമുള്ള പാത്രം വേണ്ടിയിട്ട് എടുക്കാൻ. പിന്നെ എന്തായാലും നമ്മളിത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുക. ചിക്കൻ്റെ പോലെ അല്ലല്ലോ, ബീഫ് ആകുമ്പം അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പോൾ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുക. അതിപ്പോൾ ജസ്റ്റ് ഞാൻ മസാലയ്ക്ക് ഒന്ന് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വട്ടമുള്ള പാത്രം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മാഗി ക്യൂബ് കൈ കൊണ്ട് പൊടിച്ചിട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വലിയൊരു ക്യാപ്സിക്കം എടുത്തിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 പിടി മല്ലിയില ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഒരു കറുത്ത നാരങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനെപ്പോഴും വീഡിയോയിൽ കാണിക്കലുണ്ട് ഈ ഒരു ഷെഫ് നീസിൻ്റെ അറബിക് മസാല. അപ്പോൾ ഞാൻ മന്തി ഉണ്ടാക്കാൻ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. അപ്പോൾ ഈ ഒരു അറബിക് മസാല 2 സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മന്തി മസാല ചേർത്ത് കൊടുത്താൽ മതി. മന്തി മസാല നമുക്ക് വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്തത് ഒരു 3/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്തു. അതേപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് ചതച്ചതും ചേർത്തു. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് മുഴുവനായിട്ടുള്ളതും ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തു. പിന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. പിന്നെ അതാ ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് മാഗി ക്യൂബിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഉപ്പ് കൂടുതലേക്കാരം. ബീഫിലൊക്കെ നല്ലോണം ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാതെ കേട്ടോ നല്ലത്. പിന്നെ ഒക്കെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് ഞരടി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പിന്നെ കഴുകി വെച്ച ബീഫായിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുള്ള ഓർഡർ ഞാൻ പറഞ്ഞല്ലോ 2 കിലോ ബീഫ് മന്തിക്കുള്ള ഓർഡറാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മസാല കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ലോണം വിളമ്പിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2.5 കിലോ ബീഫ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് നമ്മൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. സെയിം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ അരിയും ബീഫും ഒരേ അളവിലും അങ്ങനെ ചെയ്ത് കൊടുക്കും കേട്ടോ. ഇതിപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് 2.5 കിലോ ബീഫ് വാങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2.5 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. അരി 2 കിലോനുമാണ് കേട്ടോ. അപ്പോൾ ഇത് അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലോണം നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ ചേർത്ത ഒരു മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കണില്ല കേട്ടോ. അത് ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിലും കുറച്ച് ചേർത്താൽ മതി. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ ബിരിയാണി അല്ലല്ലോ ഉണ്ടാക്കണത്, മന്തി അല്ല ഉണ്ടാക്കണത്. മന്തി ഉണ്ടാക്കുമ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ചെറിയൊരു ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്ത് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. ഞാൻ അപ്പോൾ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ തക്കാളി അരച്ചതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ. പിന്നെ ഞാൻ സോയ സോസ് ചേർക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് സോയ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരമാണ് കേട്ടോ ഫുഡ് കൊടുക്കേണ്ടത്. വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഫുഡ് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ച് വെക്കുന്നത് ഒരു 2 മണിയൊക്കെ ആയ ഒരു സമയത്താട്ടോ. ഇനി അത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ബീഫിൽ നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം ഇപ്പോൾ ഞാനൊരു 4:30 ആയ സമയത്താട്ടോ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിരുന്നത്. പിന്നെ ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ച് അതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ വിട്ടതിന് ശേഷം ഞാനിത് 2 കുക്കറിലാക്കിയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വലിയ കുക്കറുണ്ട്, പക്ഷേ അത് വാഷർ കുറച്ച് അഴവാണ്. അപ്പോൾ പിന്നെ ചിലപ്പോൾ 2ാം പണി എടുക്കേണ്ടി വരും. വിസിലടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗതികേടല്ലേ. അപ്പോൾ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമായിക്കാരം. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴായാലും അതേപോലെ മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ആയാലും ബീഫാവുമ്പം കുറച്ച് നേരത്തെ നമ്മൾ ഇതേപോലെ മസാലയൊക്കെ തേച്ച് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബീഫ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതേപോലെ നല്ലോണം ഉപ്പും പുളിയും പിന്നെ മുളകും ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും കഴിക്കാനും. അപ്പോൾ ഞാനിതപ്പോൾ 2 കുക്കറിലാക്കിയിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുക്കർ ചെറുതാണ്, വലിയ കുക്കർ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പം നമുക്ക് പണി കിട്ടും അതിൽ പിന്നെ വേവിച്ചെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ 2 കുക്കറിലാക്കിയിട്ട് അങ്ങനെ ഇനി അടച്ചു വെച്ചിട്ട് പിന്നെ ഗ്യാസ്മേൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കുക്കർക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പൊടിഞ്ഞ് വരും. പ്രത്യേകിച്ച് കുക്കറിലാകുമ്പോൾ നമുക്ക് കാണും കൂടെ അല്ലല്ലോ. പിന്നെ ഇത് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം മുഴുവൻ വറ്റിക്കേണ്ടി വരും. അപ്പോഴത്തേന് ബീഫ് നല്ലോണം വേറും ചെയ്യും. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇനി നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കുക. പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് 1-2 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമുക്ക് ഒന്നും കൂടെ അടുപ്പത്ത് വെക്കാം. പിന്നെ വെന്തിക്കണമെങ്കിൽ പിന്നെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ ഇതാ 2 കുക്കറിലും ഞാനിതവിടെ പിന്നെ ഗ്യാസ്മേൽ വെച്ചിട്ടുണ്ട് 2 കുക്കറും. പിന്നെ അതവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള അരി സെല്ലാ റൈസ് ആട്ടോ ഞാൻ സാധാരണ എടുക്കൽ. പക്ഷേ ഇത് സെല്ലാ റൈസ് അല്ല തോന്നുന്നുണ്ട്. നമ്മളിനി കടക്കാരൻ പറ്റിച്ചോ എന്താണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഇത് ഈ ഒരു അരി അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. ചെറിയൊരു ഒട്ടലുണ്ടായിന് കേട്ടോ അതിന്. സെല്ലാ റൈസ് ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരലില്ല. ഇത് അതേപോലെ കുറച്ച് നല്ല കൊഴുപ്പുള്ള പോലെ തോന്നിട്ടോ. നല്ല നമ്മളെത്ര കഴുകിയാലും നല്ലൊരു കൊഴുപ്പുള്ള പോലെ തോന്നി. നല്ലോണം കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂറെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ ഇങ്ങനെ കാറ്ററിംഗ് ഒക്കെ ചെയ്യുമ്പം നമ്മൾ സാധാരണ എടുക്കുന്ന അരി എടുക്കുകയാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കണതുകൊണ്ട് നമുക്കറിയാം. പിന്നെ പുറത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരിക്കലും ഒരു പരീക്ഷണത്തിന് നിൽക്കരുത് കേട്ടോ. ഇതിപ്പോൾ ഒന്ന് ഈ ഒരു അരി വെച്ച് നോക്കട്ടെ അങ്ങനെ വിചാരിച്ച് നിൽക്കരുത്. പക്ഷേ എനിക്കിപ്പോൾ ഒന്ന് ചെറിയൊരു അബദ്ധം പറ്റി. ആ ഒരു അരി ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. അങ്ങനെ വെള്ളത്തിലിടുന്ന സമയത്താണ് നോക്കിയത്. പിന്നെ ആ ഒരു സമയത്ത് അങ്ങനെ കടയിൽ പോകാനും ആരുമില്ല. ഇനി കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മന്തിൻ്റെ ആ ഒരു ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. ഇന്ന് മന്തി ഉണ്ടാക്കിയപ്പം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആ അരിക്ക് ചെറിയൊരു ഒട്ടലുണ്ടേന് അത്രമാത്രം. പിന്നെ ഞാൻ അരി വെള്ളത്തിലിട്ടതിന് ശേഷം അതിക്കുള്ള ചട്നിയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികൾ മാങ്ങ പെറുക്കി കൊണ്ടുവന്നിട്ടുണ്ടേന്. ഈ നാടൻ മാങ്ങ ഉണ്ടല്ലോ നല്ല മധുരമാണത്. അപ്പോൾ അത് ഒന്ന് തന്നിട്ടുണ്ടേന്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ കഴിച്ച് അങ്ങനെ നമ്മളെ തക്കാളിയും സവാളയും പച്ചമുളകൊക്കെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുത്ത് മന്തിക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞിനി. വീഡിയോ എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. വോയിസ് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഇൻഷാല്ലാ വേഗാതെ തന്നെ ഞാനത് ഇടുന്നുണ്ട്. അതേപോലെ വിഷമില്ലാത്ത മയോണൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയും കാണിക്കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതും ഞാൻ കാണിക്കാം കേട്ടോ. അത് രണ്ടും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ വേഗാതെ ചെയ്യുക. അങ്ങനെ ചട്നി റെഡിയാക്കി എടുത്തു. ഇനി മയോണൈസ് ഉണ്ടാക്കണം. മയോണൈസ് ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ മയോണൈസ് ഉണ്ടാക്കൽ. അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുക്കറൊക്കെ അതിനിടയിൽ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടേന്. പിന്നെ കുക്കർ അതിൻ്റെ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ബീഫൊക്കെ വന്നിട്ടുണ്ടേന്. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ചുകൊണ്ട് നമുക്ക് അരി തിളപ്പിച്ചുവിട്ടാൽ വെള്ളം വെക്കാം. അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കും വേണം. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേന് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു അടുപ്പ് കണ്ടിട്ട് ചില കൂട്ടുകാരൊക്കെ പറയും നിങ്ങൾക്ക് നല്ലൊരു അടുപ്പ് വാങ്ങിക്കൂടെ എന്ന് എപ്പോഴും പറയലുണ്ട്. ഞാൻ ഇൻഷാല്ലാ വാങ്ങണം എന്ന് ഞാനും പറയും. ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇതിപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലെങ്കിലും നല്ലോണം തീ കത്തി പെട്ടെന്ന് വെള്ളമൊക്കെ തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിന്മേൽ തന്നെയാണ് പിന്നെ വെള്ളം തിളപ്പിക്കാനൊക്കെ വെക്കൽ. പിന്നെ ഇത് 2 കിലോനല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് അധികം ഉള്ള വലിയ കാറ്ററിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് മേലുണ്ട് വലിയ കല്ല്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെയാണ് കേട്ടോ അടുപ്പുണ്ടാക്കൽ. അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇതാ നമ്മളെ പിന്നെ കുക്കറിലുണ്ടായിരുന്ന ബീഫ് ഞാനൊരു വലിയൊരു വട്ടുള്ള പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ട് മയോണൈസും ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാറ്ററിങ്ങിൻ്റെ ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു പണി കഴിഞ്ഞിട്ട് തന്നെ ഒരു പണി എടുക്കാൻ നിന്നാൽ നമുക്ക് സമയം പോണതേ അറിയില്ല. ഇതേപോലെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുമ്പോൾ ഓരോന്ന് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ആ ഒരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഫുഡ് കൊണ്ടുപോകുന്ന സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തിരക്കേക്കാരം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് ഒന്നും റെഡിയാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നുമല്ല ഞാൻ പറയണത്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഈ ഒരു ബീഫിലുള്ള വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടേന്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ടാണ് മയോണൈസ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മളിവിടെ അരി തിളപ്പിച്ചുവിട്ടാൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ഉപ്പും അതേപോലെ കറുത്ത നാരങ്ങ പിന്നെ ഏലക്കായ അങ്ങനെയുള്ളതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി അതൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ ഓരോന്ന് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത ഒരു സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, ആ ഓയിലൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള നെയ്യും ഒക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളമല്ല വറ്റിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ആ ഒരു ഓയിൽ വേറൊരു ചട്ടിക്കാക്കിയിട്ട് ഈ ബീഫ് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിലിട്ടിട്ട്. അപ്പോഴാണ് നമ്മളെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ബീഫിൻ്റെ കളറും വേറൊരു കളറാണല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു എണ്ണയിലിട്ടിട്ട് നമ്മൾ ഒന്ന് മൊരിച്ചെടുക്കുമ്പോൾ ഒരു കറുത്ത കളറായിട്ട് കിട്ടും. അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ ആ ഒരു ബീഫാണ് നല്ല ടേസ്റ്റ് കിട്ടുക മന്തിക്ക്. ഇനി നിങ്ങൾ അതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും.
ശരിക്കും നമ്മൾ ചിക്കൻ മന്തി ഉണ്ടാക്കണ കാട്ടിലും ടേസ്റ്റ് ബീഫ് മന്തിയാണ് കേട്ടോ. ചില ആൾക്കാർക്ക് അത് അറിയില്ല. ചില ആൾക്കാർ പറയും ബീഫ് കൊണ്ട് മന്തി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല, അത് വേണ്ട. പക്ഷേ ബീഫ് കൊണ്ട് മന്തി ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ ബീഫ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചിക്കൻ കൊണ്ട് ഉണ്ടാക്കുന്നത് തന്നെയാവും ഇഷ്ടം. പക്ഷേ ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബീഫ് കൊണ്ട് ഇതേപോലെ മന്തി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഭാഗമൊക്കെ ഒന്ന് മൊരിച്ചെടുത്തിട്ടൊക്കെ മന്തിക്ക് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഇതിലത്തെ ഓയിലൊക്കെ ഒന്ന് മാറ്റുകയാണ് കേട്ടോ. ഇനി ഓയിലും നെയ്യും ഒക്കെ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ആ ഒരു ഓയിൽ ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിലത്തെ നെയ്യും കൂടെയൊക്കെ വന്നപ്പോൾ കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേറെ ഓയിലൊന്നും നമ്മൾ എടുക്കില്ല, ഈ ഒരു ഓയിൽ തന്നെ മതി കേട്ടോ. ഇനി നമുക്ക് മന്തി ദം ചെയ്തെടുക്കുന്ന സമയത്തും അങ്ങനെ ബീഫ് ഇതാ ഞാനവിടെ പിന്നെ മൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ചപ്പോൾ പിന്നെ അരി ഇട്ട് കൊടുക്കണം കേട്ടോ. അരിയൊക്കെ നമ്മൾ കഴുകി വെച്ചതാണല്ലോ. പിന്നെ അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരുപാടൊന്നും വേണ്ട, ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഇതൊക്കെ ഞാൻ അധികം വീഡിയോസിലും പറയുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ. പക്ഷേ അങ്ങനെയല്ല, നമ്മളെ വീഡിയോ പഴയ ആൾക്കാർ മാത്രമല്ല പുതിയ ആൾക്കാരും വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ ഒരു വീഡിയോ കണ്ടവരെന്നെ മറ്റേ വീഡിയോ കാണണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കാണാത്തവർക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ ബീഫൊക്കെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ടേനും. പിന്നെ ഇതാ രണ്ടാമത്തെ ട്രിപ്പും ചട്ടിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേനും. അതും ഇപ്പോൾ 2 വശം മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇട്ടിട്ട് മൊരിച്ചെടുക്കാനുണ്ട്. അങ്ങനെ അത് ചട്ടിയിൽ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഇത് ദം ചെയ്തെടുക്കാനുള്ള ചെമ്പുക്ക് ഇതൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചെമ്പ് എടുത്തിട്ട്, നമ്മളെ ബിരിയാണി ചെമ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിക്ക് ഇത് ആദ്യം നമ്മൾ ഈ ബീഫിൽ നമ്മൾ വെള്ളം വറ്റിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറച്ച് ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഏറ്റവും താഴെ ഇട്ട് കൊടുത്തത് ചെമ്പിൻ്റെ. പിന്നെ അതിൽ നെയ്യും ഓയിലൊക്കെ ആയിട്ട് അതും ഉണ്ട്. അപ്പോൾ പിന്നെ അടിയിൽ പിടിക്കൊന്നുമില്ല നമ്മളിത് ദം ചെയ്തെടുക്കുന്ന സമയത്ത്. പിന്നെ നമ്മൾ ആ ഒരു മൊരിച്ച് വെച്ച ബീഫ് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചല്ല, ഒരു 3/4 ഭാഗത്തോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചട്ടിയിൽ കുറച്ചുണ്ടല്ലോ, അതും ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് ആയിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാനാട്ടോ. ദം ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ പുക ഇട്ട് കൊടുക്കുമല്ലോ, പുക ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെമ്പിലതൊക്കെ ആക്കി വെച്ച് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ച്, ഒരു പാത്രത്തിൽ കുറച്ച് പിന്നെ റെഡ് കളറും കലക്കി വെച്ച്. അപ്പോൾ അത് ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കാനാട്ടോ, മന്തിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ചേർക്കണം എന്നൊന്നുമില്ല, പിന്നെ നമ്മൾ പുറത്തൊക്കെ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിടണം കേട്ടോ. ഒരുപാടൊന്നും കളറ് ചേർത്ത് കൊടുക്കലുമില്ല, കുറച്ചേ ചേർക്കലുള്ളൂ. അങ്ങനെ നമ്മൾ അരി ഇപ്പോൾ ഒരു 90% വേവായിട്ടുണ്ട്. അരി ഇങ്ങനെ വളഞ്ഞ് വരുമല്ലോ, ആ ഒരു സമയത്താണ് കേട്ടോ ഇത് ഊറ്റിയിട്ട് കൊടുക്കൽ. അപ്പോൾ കുട്ടികളും ഉണ്ട് ചോറ് ഊറ്റിയിടാനൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഓയിലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. ഒരു ചോറ് ഊറ്റിയിട്ട് ഇതിക്ക് ഇട്ട് തരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ മന്തി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ഈ ചോറ് ഊറ്റിയിടുന്ന സമയത്ത് ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. കാരണം നമുക്കിത് ലെയറായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കും വേണം, പിന്നെ ചോറ് ഊറ്റും വേണം. അപ്പോൾ ഒറ്റക്കാവുമ്പോൾ കുറച്ച് ഗതികേടായിക്കാരം. പിന്നെ നമ്മൾ അടുത്തുള്ള കൊട്ടക്കൈലൊക്കെ ചെറിയ കൊട്ടക്കൈലല്ലേ, വലിയ കൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് അങ്ങനെ ഊറ്റലൊക്കെ കഴിയും. പിന്നെ നമ്മൾ ചെറിയ കാറ്ററിങ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പോൾ വലുതൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. ഈ ഒരു ചെറിയ കാലത്തിൽ ഇപ്പോൾ 2 കിലോനൊന്നും വെക്കണം എന്നുണ്ടെങ്കിൽ വലിയ കൊട്ടക്കായിലൊന്നും വേണ്ട, നമ്മൾ സാധാരണ ഉപയോഗിക്കണമൊക്കെ മതി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വിളിച്ചിട്ട് ചോദിക്കലുണ്ട് കേട്ടോ, നിങ്ങളിങ്ങനെ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ട് സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങീനോ, പുതിയതായിട്ട് വാങ്ങീനോ എന്നൊക്കെ ചോദിക്കലുണ്ട്. ഞാനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് എൻ്റെ കയ്യിലുള്ളത്. അല്ലാതെ അതിനായിട്ട് ഞാൻ പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് ആ ചോറൊക്കെ ഞാൻ ഊറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് പിന്നെ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേനും, അതേപോലെ കളറും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും. പിന്നെ മേലെ നമ്മൾ മാറ്റി വെച്ച ഒരു ബീഫ് ഇട്ട് കൊടുത്തു. നടുക്കൊരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് കനലും ഇട്ട് കൊടുത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ആ ഒരു പുക പുറത്ത് പോവാതെ പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓലക്കൊടി വെച്ചിട്ടൊന്ന് കത്തിച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ അടുപ്പിലുള്ള കനലൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ല വിറക് കത്തിക്കുമ്പോൾ നല്ല കനലുണ്ടാവും അടുപ്പിൽ. അപ്പോൾ ആ ഒരു കനലോട് കൂടിയിട്ട് നമ്മളിങ്ങനെ ഓലക്കൊടിയൊക്കെ വെച്ച് കത്തിക്കുമ്പോൾ ചിലപ്പോൾ ചെമ്പിൻ്റെ അടിയിൽ പിടിക്കും. അപ്പോൾ കനൽ മാറ്റിയിട്ട് വേണം ഇതേപോലെ ഒന്ന് പാളിപ്പിച്ച് കത്തിച്ച് കൊടുക്കാൻ. അങ്ങനെ അതൊക്കെ കത്തിക്കഴിഞ്ഞു. പിന്നെ ബാങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മേലൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ട് ഈ അടിയിലുള്ള കനലൊക്കെ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് കൊടുത്തിട്ടോ. അപ്പോൾ പിന്നെ ഒരു 10 മിനിറ്റിന് ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ തന്നെ നമുക്ക് പോയിട്ട് നിസ്കരിച്ചൊക്കെ വരാം. എന്നിട്ട് പിന്നെ നമുക്ക് കൊടുക്കാനുള്ള പാത്രത്തിലൊക്കെ ആക്കിയിട്ട് ഒക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ 7 മണിക്കാട്ടോ ഫുഡ് കൊണ്ടുപോകാൻ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ പിന്നെ ഞാനൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചു. പിന്നെ ഒരു വന്ന് ഫുഡൊക്കെ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.